ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണെങ്കിൽ സ്നോ കാണാനായിട്ട് പോവാണ്. അപ്പോൾ രാവിലെ എഴുന്നേച്ചു. അപ്പോൾ ഗസ്റ്റിനെയും കൊണ്ട് പോവാണ് കേട്ടോ. എന്താ പറയുക, ഇവിടെ വന്ന് കുറേ നാൾക്ക് ശേഷം എപ്പോഴാണ് വീണ്ടും സ്നോ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ സ്നോ ഇല്ല, മേളിൽ പോകണം, ബസ് പോകണം, അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ടാക്സി വരും. അപ്പോൾ ഞാനിവിടെ ഓൾഡ് മണാലി ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാണ്. അപ്പോൾ വണ്ടി അങ്ങോട്ട് വരും. ഓക്കെ, അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളും പുതിയ പുതിയ കാഴ്ചകളും വ്യൂവും ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇടയിലും വ്യൂ ഒക്കെ ആയിരിക്കും. പിന്നെ സ്നോ അത്ര വലുതായിട്ട് ഉണ്ടാവില്ല, കാരണം ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഫുള്ള് ഒരു ഇതായിരിക്കും കേട്ടോ, അലങ്കൊല്ലമായിരിക്കും. ഓക്കെ, അങ്ങോട്ട് പോയിട്ട് കാണാം. ഓൾഡ് മണാലി ബ്രിഡ്ജാണ് കേട്ടോ. ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ്. സാധാരണ ഞാൻ ബ്ലോഗ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഭയങ്കര ക്രൗഡായിരിക്കും കേട്ടോ. നമ്മുടെ രാഹുൽ ബ്രോയുടെ വണ്ടി ഇതുകൊണ്ട് അങ്ങ് കിടപ്പുണ്ട്. ഇവിടെയാണ് കേട്ടോ പാർക്കിംഗ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ വൈൻ സീനാണ് കേട്ടോ. റോഡിലൊക്കെയാണ് വണ്ടി ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെർ ഡേ 100 rupees. പിന്നെ അതിൽ മേളിലൊക്കെ ആണ് കേട്ടോ റെൻറ്റ് വരുന്നത്. ഇത് നോക്കിയപ്പോൾ ഒരു മനുഷ്യനില്ലെന്നേ ഈ ഒരു സമയത്ത്. ഇതുണ്ടല്ലോ, ഞാൻ സാധാരണ വ്ലോഗ് ചെയ്യുമ്പോൾ ഭയങ്കര തിരക്കല്ലേ. ഇന്ന് രാവിലെ ആയപ്പോൾ ആരുമില്ല, എല്ലാം ഓപ്പണായൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നോക്കിയേ, ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരില്ലാതെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇതേ സമയത്ത് സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ആ ഒരു സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ കോട ഇങ്ങനെ മലമുകളിലോട്ട് കോട ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അടിപൊളിയാണ്. രണ്ട് റോഡിലും ഒരു മനുഷ്യനില്ല, തിരക്കില്ല. നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പം എത്തും. ഇവിടെ വെയിറ്റ് ചെയ്യാനാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന് എന്നെ പിക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്, സ്നോ കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ വന്നതിന് ശേഷം സ്നോ അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സ്നോ കാണാനായിട്ട് പോകും. അവിടെ എങ്ങനെ ഉണ്ടാവും സ്നോ? കുറച്ചുള്ളൂ അല്ലേ? എനിക്ക് തോന്നി കേട്ടോ, കാരണം കുറേ ഗസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇല്ലേ. നല്ല എല്ലാവരും ചവിട്ടി ഒരു പ്യൂർ വൈറ്റ് കിട്ടത്തില്ലല്ലോ. കിട്ടോ? പ്രയാസമാണ്. സീസണൊക്കെ കഴിഞ്ഞു. സീസണൊക്കെ ആകുമ്പോഴാണെങ്കിൽ നമ്മൾ നിൽക്കുന്നിടമെല്ലാം ഫുള്ള് സ്നോ ആവും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ വണ്ടി ഒരു മലയാളിയാണ്, കോഴിക്കോടുകാരൻ മുസ്തഫക്കാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളും വ്യൂ ഒക്കെയാണ്. ഇവിടെ ഫുള്ള് പോയിട്ടുണ്ട്. ഇത്ര ഏരിയ ഞാൻ ഇതിൽ പണ്ട് പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഏരിയയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഫുള്ള് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ ചേർത്തലയിലുള്ള ഒരു ബ്രോയുടെ നമ്മുടെ ഒരു ഇവിടെ ഹോട്ടലുണ്ടായിരുന്നു. അത് ഫുള്ള് ഞാനിപ്പോൾ വന്നപ്പോൾ നോക്കി, അതിവിടെ ഇല്ല കേട്ടോ. അതൊക്കെ ഫുള്ള് ഇടിഞ്ഞു പോയിട്ടുണ്ട്. പുള്ളി ഇനി കോൺടാക്ട് ചെയ്യണം, എവിടെയാണെന്ന്, പുതിയ ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്ന് മലയാളി ഹോട്ടലാണ്, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഇല്ല. നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് നോക്കാം എവിടെയാണെന്നൊക്കെ കേട്ടോ. 450 റോഡ് ഒഴിച്ച് പറ്റുന്നത്. നമ്മൾ പോകുന്ന വഴിയില്ലേ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. മറ്റേ സ്നോയിലൊക്കെ കളിക്കുന്നതിന് ഡ്രസ്സ് ഇവിടെ നിന്ന് റെൻ്റ് എടുക്കണമല്ലോ. അവിടെ ഈ ഇങ്ങനത്തെ റെൻ്റ് ഡ്രസ്സുകൾ കിട്ടും. അത് വാങ്ങാനായിട്ട് വന്നതാണ്, അവർക്ക് മാത്രമായിട്ട്, കപ്പിൾസിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ, വെന്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ടാക്സി കേട്ടോ, ഇത് ടാക്സി പെർമിറ്റാണ്. നമുക്ക് നമ്മുടെ വണ്ടിയിൽ അങ്ങനെ ഗസ്റ്റിനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഒരു രക്ഷയില്ലാത്ത മഞ്ഞ് അവിടെ മൂടി കെട്ടി കിടവാണ്. അത്ര അധികമില്ല, എന്നാലും അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. അത് നോക്കി, അവിടെ ഇങ്ങനെ പുഴ ഒഴുകി വരുന്ന രീതിയിലാണ് മഞ്ഞ് കിടക്കുന്നത് കേട്ടോ. പെട്ടെന്ന് മെൽറ്റായി പോകും, വെയിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായും പോവാണ് കേട്ടോ. അവിടെ ഉണ്ട് കേട്ടോ, ഷൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട നോക്കിയിട്ട് എടുക്കാം. അവരെങ്ങോട്ടോ പോയി, കണ്ടില്ല. ഇത് ഫുള്ള് തിരക്കാണല്ലോ.
നമ്മളിപ്പോൾ റോത്താങ് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറി ഏറ്റവും ടോപ്പിലെത്താറായി. ഇവിടെ ആണെങ്കിൽ ഫുള്ള് കോട കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. റോഡ് ഫുള്ളാണെങ്കിൽ കോടയാണ്. എന്താ പറയുക, ഇവിടെ നിന്ന് കിടിലൻ വ്യൂ ആയിരുന്നു. പക്ഷേ നമുക്ക് അത്രയും അങ്ങോട്ട് കിട്ടുന്നില്ല. ഫുള്ള് ആ മല, അവിടെ ഒരു വലിയൊരു മല ഉണ്ടായിരുന്നു, അത് ഫുള്ള് കോടയിലായിട്ട് മൂടിപ്പോയി. കണ്ടില്ലേ, കണക്കിന് കയറി മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പോകുന്ന വഴിക്ക് ചെറിയ വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നിർത്തിയതാണ്. ഇത് കണ്ടില്ലേ, മല മുകളിൽ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇത് കണ്ടില്ലേ, അവിടെ നിന്നൊരു ചെറിയ വാട്ടർഫോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാട്ടിത്തരാം. ഓ മോനെ, ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നോക്കിയിട്ട് പറയാം എത്ര നമ്മൾ ഹൈറ്റിലാണ് വന്നിരിക്കുന്നതെന്ന്. ഇതുണ്ടോ അവിടെ ഒരു കേട്ടോ. ഇവിടെ കുറേ ടൂറിസ്റ്റ് പോകുന്ന വഴിക്കുള്ള എല്ലാവരും ഇവിടെ നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ പോകുന്നത്. അതേസമയം നമ്മുടെ വണ്ടി തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വാട്ടർഫോള്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ചെറിയൊരു വാട്ടർഫോളാണ്. മേളിൽ ഇങ്ങനെ കോടയുടെ രണ്ട് മലനിരകൾക്കിടയിലൂടെ ഇങ്ങനെ പെയ്യെ ഒഴുകി വരുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കണ്ടല്ലേ, പോകുന്നവരെല്ലാവരും ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. കേട്ടോ, അവർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മുടെ ഗസ്റ്റാണ്, അവർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇത് താഴോട്ടാണ്, റോഡിൻ്റെ അടിയിലൂടെയാണ് കേട്ടോ വെള്ളം പോകുന്നത്. കേട്ടോ, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അവർക്ക് എൻ്റെ ഫോട്ടോസ് എടുത്ത് കൊടുക്കട്ടെ. പോകുന്ന വഴിയിലുള്ള കുറേ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. കുറേ അടിപൊളി വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. കോടയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവാണ്. ഈ സൈഡിലോട്ടുള്ളതൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. രണ്ട് മലനിരപ്പിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയ മഴ, എനിക്ക് തോന്നുന്നു മഴ സമയത്ത് നല്ല രീതിയിൽ വെള്ളം വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ചെറിയൊരു ഡാം പോലെ അവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് വെള്ളം. ആ ഒരു സ്ഥലത്തിട്ട് അവിടെ ആണെങ്കിൽ എല്ലാവരും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ വെള്ളത്തിന് നല്ല കളറാണ്, ബ്ലൂ കളറാണ്. അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ടോ. നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലേ പാരഗ്ലൈഡിങ് കാര്യങ്ങൾ കണ്ടു കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ തൊട്ടടുത്തൂടെയാണ് പോകുന്നത്. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പോകുന്നുണ്ടോ. ഓ മാൻ, എനിക്കും ചെയ്യണമെന്നുണ്ട്, പക്ഷെ കണ്ടില്ല. തൊട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടുന്നുണ്ട് ലാൻഡിങ്, ഇത് ടേക്ക് ഓഫ് ഒക്കെ ചെയ്യുന്ന ലാൻഡിങ്. തൊട്ട് അവിടെ പോയിട്ടാണ് ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒരെണ്ണം ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പേടിക്കുന്നുണ്ടല്ലോ. വലിച്ചങ്ങ് താത്തപ്പോഴേ ചുരുണ്ടങ്ങ് പോകുന്നു. അപ്പോൾ ലാൻഡിങ് ആവാറായി. അതുകൊണ്ട് അവിടുത്തെ അടുത്ത് കയറി ഫ്ലൈ ആവുന്നു. ഒറ്റയ്ക്ക് പോകണം
കേട്ടോ, അടിപൊളിയായിരിക്കും. സീനാട്ടോ എൻ്റെ മോനെ. അത് കയറി കഴിഞ്ഞാൽ പേടിക്കും. പുള്ളി കണ്ടോ കറക്കിയടിക്കുന്നു. ഇതേ അടുത്ത് കണ്ട നമ്മളങ്ങനെ സ്നോ കണ്ടൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തോട്ട് നല്ല ഹൈറ്റിലുണ്ട്. ഏകദേശം ഇത് 10-15 അടി ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഇല്ലേ റോഡിൽ നിന്ന് നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട്. എനിക്ക് തോന്നുന്നൊരു വാട്ടർഫോൾ ആയിരുന്നു അവിടെ. അതുകൊണ്ടായിരിക്കും തോന്നുന്നു ഇവിടെ അല്ലേ, ചെറിയൊരു വാട്ടർഫോൾ ആയിരുന്നു കേട്ടോ. ബ്ലാക്ക് ഐസാണ്. ഈ റോഡിലെ പൊടിയെല്ലാം കയറി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ട ഐസാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. ഇതുണ്ടല്ലേ നല്ല ഹൈറ്റാണ്. ഐസ് നല്ല കട്ട സ്ട്രോങ് ആണ്. നമ്മൾ കൈ കൊണ്ട് വരാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഭയങ്കര കട്ട സ്ട്രോങ്ങിലുള്ള ഐസാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അയ്യോ, എൻ്റെ കൈ കൊണ്ട് വരാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. അല്ല ആൾക്കാരെല്ലാം കയറി ചവിട്ടി തേച്ചിട്ടേക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ അവിടെ കുറേ പേര് മേളിൽ കയറി നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയൊക്കെ വരും കേട്ടോ. ഫുള്ള് ആൾക്കാരെല്ലാം കയറി ചവിട്ടിയെല്ലാം തേച്ച് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇതുണ്ടോ താഴെ നിന്നുള്ളൊരിത് നല്ല ഹൈറ്റ് കേട്ടോ. നമ്മൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ 10-15 അടി ഹൈറ്റ്. ഈ ഒരു ഇവിടുത്തെ റോഡിൽ നിന്ന് ഇത്ര ഹൈറ്റിൽ മഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു രക്ഷയില്ല. ഇതിൽ അടിയിൽ കൂടെയാണ് വെള്ളം പോയേക്കുന്നത് കേട്ടോ. അടിയിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. കേട്ടില്ല വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല നീല കളറ് വന്നിട്ട് മേഘങ്ങളുടെ ഇടയ്ക്കൂടെ ആ ഒരു മഞ്ഞും മല അടിപൊളി, ഒരു രക്ഷയില്ല പറയാം. നല്ല ബ്ലോക്കാണ് അത്യാവശ്യം. നോക്കി നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. ഒരു മുടിയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി പറന്ന് നടക്കുന്നുണ്ട്. പോ വെക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ മഞ്ഞ് കളിക്കാനായിട്ട് പോവാണ്. മല കുറച്ച് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര കിതപ്പാണ് കേട്ടോ. എൻ്റെ ഇവിടെ നോക്കി, ഇവിടെ കുറച്ച് നല്ല നീറ്റ് മഞ്ഞാണ് കേട്ടോ. നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ്ടില്ലേ ഇവിടെ ഫുള്ള് മഞ്ഞാണ്. അവിടെ കുറച്ച് ഭാഗത്ത് അത്യാവശ്യം നീറ്റൊക്കെയാണ്. ഇവിടെ കുറച്ച് ചെളിയൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നമ്മളെ ഷൂ അങ്ങനെ ട്രക്കിംഗ് ഷൂ അല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ നടുകുത്തി വീഴും. ആ ഒരു സ്കീമാണ്. എല്ലാവരും അങ്ങോട്ട് മേലോട്ട് കയറാനൊക്കെ പോവാണ്. ട്രക്കിംഗ് ഷൂ ഒന്നും ഇല്ല, ഇടാതെ വരുവാണെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ. ഞാനിങ്ങനെയൊക്കെ കയറി വന്ന് ഇവിടെ മേളിൽ വന്നിരിക്കുവാണ്. ഗസ്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർക്ക് അവിടെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തിലിങ്ങനെ ട്യൂബിനകത്ത് കയറിയിട്ട് ഇങ്ങനെ അങ്ങനെ പോവും. നൈസാണ്. തണുപ്പാണ് കേട്ടോ. സൂട്ടൊക്കെ ആയിട്ട് വരണം കേട്ടോ. സൂട്ടൊക്കെ റെഡി ആയിട്ട് വരണം. എന്നാലും നമുക്ക് അത്രയും നേരം മഞ്ഞിനകത്തൊക്കെ കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാത്ത വശം കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോകേണ്ടി വരും. എല്ലാവരും സൂട്ടൊക്കെ ഇട്ടുണ്ടോ നിൽക്കില്ല കേട്ടോ. ഭയങ്കര തണുപ്പ്. തണുപ്പ് മാത്രമല്ല, ഈ കാറ്റാണ് വിഷയം. തണുത്ത കാറ്റാണ് അടിക്കുന്നത്, നല്ല തണുത്ത കാറ്റ്. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. കേട്ടോ ആൾക്കാരൊക്കെ കയറാൻ കഷ്ടപ്പെടുക.
വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങളങ്ങനെ മലമുകളിലെ വ്യൂ ഒക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി നോക്കി നടക്കുവാണ്. ഇവിടെ എവിടെയോ ആണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇവിടെ കുറേ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓടി വന്നേ കേട്ടോ, കാരണം നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുക. നല്ലൊരു ഫ്രെയിം, നല്ലൊരു വ്യൂ ആണ്. രണ്ട് ഇത് കണ്ടോ, ആ മലനിരകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം വരുന്നു. അതിൻ്റെ താഴ്വാരത്തിന് അടിവാരത്തിൽ പുല്ലുകൾ മേയിച്ചുകൊണ്ടൊരു ഒരാൾ വരുന്നു. ആളുടെ കൂടെ കുറേ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടി ഉണ്ട് അങ്ങ് കിടക്കുവാണ്. ഞാൻ അവിടെ നിന്ന് ഓടി വന്നു, അപ്പോഴത്തേക്ക് കിതപ്പായി. ഓടി എന്ന് പറഞ്ഞാൽ മലയും കൂടെ ഓടിയും കയറി കേട്ടോ. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ അടൽ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ആണ് കേട്ടോ പോകാനായിട്ട് പോകുന്നത്. ഈ കാണുന്നത് അടൽ ടണലിൻ്റെ കവാടമാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉള്ള ഒരു കവാടമാണ് കേട്ടോ. നമ്മൾ പോയത് വേറെ റൂട്ടാണ്. നമുക്ക് ഈ റൂട്ടും നമുക്ക് പോകാൻ പറ്റും, പക്ഷേ നമ്മൾ തിരിച്ചു വരുന്നത് ഈ റൂട്ട്. നമ്മൾ പോയത് വേറെ റൂട്ടാണ്. അപ്പോൾ രണ്ട് റൂട്ടും നമുക്ക് ഗസ്റ്റിനെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കണമല്ലോ. അപ്പം അങ്ങനെ രണ്ട് റൂട്ടിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്.
ലെങ്ത് ഉള്ളൊരു സിപ്പ് ലൈനാണ് കേട്ടോ. ഏകദേശം വൺ സൈഡ് 1 കിലോമീറ്റർ ഉണ്ട്, രണ്ട് സൈഡിലൂടെ ആകുമ്പോൾ 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൂടെ. അപ്പം അവർ അത് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോവാണ് അല്ലേ. ബെൽറ്റൊക്കെ ഇടുവാണ് കേട്ടോ പോകാനുള്ള. അതുപോലിരിക്കും. ഇവിടെ കുറേ റൈഡുകളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവര് ഈ ഊഞ്ഞാലിൻ്റെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ സിപ്പ് ലൈനും കേട്ടോ. അങ്ങ് തോന്നുന്നുണ്ടോ, മേളിൽ നോക്കി പാരച്യൂട്ടൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല മേളിലാ, താഴെയാ. റെഡി, അവരെങ്ങോട്ടാ പോയി. നമ്മളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്താറായി, റൂമിലെത്താറായി കേട്ടോ. മാൾ റോഡ്, ഓൾഡ് മണാലി, അതാണ്ട് അവിടെ മാൾ റോഡിലൊക്കെ അവർക്ക് പോകണമായിരുന്നു പർച്ചേസിങ്ങിന്. അവിടെയൊക്കെ പോയി പിന്നെ തിരിച്ച് എന്നെ ഇവിടെ കൊണ്ട് വിട്ടു കേട്ടോ. ഓക്കെ.